എന്തുകൊണ്ട് യങ് മൈൻഡ്സ് ആപ്പ് 8 മുതൽ 15 വരെ വയസ്സുള്ള കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു? ഈ ഒരു പ്രായത്തിൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും ക്യൂരിയോസിറ്റിയും ഒക്കെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു ഏജാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബാക്കി ഏജ് ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്യുന്നില്ല? ഇപ്പൊ ഒരു 15+ ആയി കഴിഞ്ഞാൽ +2 ഡിഗ്രി ഈ ഒരു റീജിയനിലേക്കാണ് സ്റ്റുഡൻസ് എത്തുന്നത്. അപ്പം അവിടെ അവർക്ക് കൂടുതലായിട്ട് സ്റ്റഡീസ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. അവർക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏർലി ഏജിൽ അപ്സ്കില്ലിംഗ് ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് യുവർ ചൈൽഡ് വിൽ ലേൺ? ഇത് ജസ്റ്റ് ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ അങ്ങനെ ലേണിംഗ് ബേസ്ഡ് ആയിട്ടാണ്. നമുക്ക് ഗെയിമിഫൈഡ് ആയിട്ടാണ് കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഒരു ഗെയിമിൽ കുട്ടികൾ എങ്ങനെയാണോ ടാസ്ക്സ് കംപ്ലീറ്റ് ചെയ്യുക, ഈ ഒരു ഏജിൽ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർക്ക് ക്ലാസ് വരുന്നത്. അതും നമുക്ക് ക്ലാസ് ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് ആണ്. അവരുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാണ് അവർ കണ്ടുപിടിച്ച് ആ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ ഫോക്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കുട്ടികൾക്ക് ഇതിലൂടെ കിട്ടുക? അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇൻ ഫ്യൂച്ചർ എന്തെടുക്കണം എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ തന്നെ അവർ ഇതിൽ അപ്സ്കിൽ ചെയ്യുന്നത് കാരണം അവരുടെ സ്കിൽസ് ഡെവലപ്പ് ആവുന്നുണ്ട്. മറ്റു കുട്ടികൾ ആ സ്കിൽസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ടിങ്കർ അറ്റ് ഹോമിലൂടെ പോകുന്ന കുട്ടികൾക്ക് ആ സ്കിൽസ് ആദ്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ സെൽഫ് കോൺഫിഡൻസും അതേപോലെ ഡെവലപ്പ് ആവുന്നുണ്ട്.